അത് ലോ വണ്ണ് പ്രൂവ് ചെയ്യാനുള്ളതിനാണ് നമ്മൾ ചെയ്യണത്. അതായത് ലോ വൺ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറയുന്നത് എ ബാർ ഡോട്ട് ബി ബാർ. ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ ബാറിൻ്റെ ട്രൂത്ത് ടേബിൾ കിട്ടുന്ന വാല്യൂസ് ആണിത്. മറ്റേ എ ബാർ ഡോട്ട് ബി ബാറിൻ്റെയാണ് ഇത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയ്ത് നോക്കുമ്പോൾ നമ്മൾക്ക് സെയിം ഇത് തന്നെയാണ് വാല്യൂസ് കിട്ടണതെന്ന് നോക്കിയാൽ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഒന്നിലേക്ക് ഒരു ഔട്ട്പുട്ട് നമ്മൾ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട്. എന്നിട്ട് അത് 2ലേക്ക് ഷോർട്ട് ചെയ്തു. 3 ഒരു ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 4ലേക്ക് ഒരു ഇൻപുട്ട് വേറെ കൊടുത്തിട്ടുണ്ട്. അത് 4, 5 ഷോർട്ട് ചെയ്ത് 6 ഔട്ട്പുട്ട് എടുത്തു. 3 ഇതും 6 ഇതും നമ്മൾ കൊണ്ടുപോയി 9ലേക്കും 10ലേക്കും, അതായത് 11, 12ലേക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത 10 തന്നെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ 13, അതായത് 15 കൊടുത്തു. 15 നമ്മളത് 14ലേക്ക് ഷോർട്ട് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ടായ 13 അതിൽ നിന്ന് എടുത്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തു. ഇനി ഈ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്താൽ ഡി മോർഗൻസിൻ്റെ ഫസ്റ്റ് തിയറം നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ പവർ കൊടുത്തു. രണ്ടും ലോ ആയിരിക്കുമ്പോൾ ഹൈ ആയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ലോ ഒരെണ്ണം ഹൈ ആയിരിക്കുമ്പോൾ 0, ഇതിങ്ങനെ 0, 0. അപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ സാധനത്തിൽ നമുക്ക് 5 ഇത് ഡി മോർഗൻസിൻ്റെ സെക്കൻഡ് ലോ വെരിഫൈ ചെയ്യണതാണ്. എ ഡോട്ട് ബി ഹോൾ ബാർ എന്ന് പറയുമ്പോൾ എ ബാർ പ്ലസ് ബി ബാർ, ആ രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യണത്. അപ്പോൾ തുടങ്ങാം. ഇതിലെന്ന് പറയുമ്പോൾ 5 ഗേറ്റ്സിൻ്റെ ആവശ്യമുണ്ട് നമുക്ക്. അതാണ് 2 IC യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം എന്നും ബിന്നും പറഞ്ഞ് 2 ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. 2 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ആ രണ്ടും അതിൻ്റേതായ ഇതിൽ ഷോർട്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് അതിൻ്റെ 2ൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് എടുത്തു. അത് വേറെ 2 ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് 2 ഗേറ്റിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ആ 2 ഇൻപുട്ടും ഷോർട്ട് ചെയ്തു. അതിൻ്റെ 2 ഔട്ട്പുട്ട് കൊടുത്തിട്ട് വേറൊരു ഗേറ്റിലേക്ക് നമ്മൾ കൊടുത്തു, ഔട്ട്പുട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ വെരിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ ലോ കൊടുത്ത ഹൈ, ലോ ഹൈ കൊടുത്ത ഹൈ ലോ കൊടുത്ത ഹൈ കൊടുത്ത ലോ. അപ്പോൾ വെരിഫൈ ചെയ്തു. ഡി മോർഗൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.